ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ടിനെ കുറിച്ചിട്ടാണ്. ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കുന്ന സന്ദർഭത്തിലാണ് കോടതി ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ട് ഇഷ്യൂ ചെയ്യാറ്. ഹേബിയസ് കോർപ്പസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ടു ഹാവ് ദ ബോഡി, അതല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് ദ ബോഡി എന്നുള്ളതാണ്. അതായത് ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. By this writ, the court commands the person or authority who has detained or restrained another person to present such person before the court. സോ ഈ ഒരു റിട്ട് എന്ന് പറയുന്നത് കോടതിയുടെ ഒരു ആജ്ഞയാണ്, അതല്ലെങ്കിൽ കൽപ്പനയാണ്. അതായത് ഏതൊരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തിയെ തടങ്കലിലാക്കിയിട്ടുള്ളത്, ആ വ്യക്തിയോട് കോടതി ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ തടങ്കലിലാക്കിയിട്ടുള്ള വ്യക്തിയെ കോടതിയുടെ മുൻപാകെ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട്. The court requires the detaining person to provide the ground on which the person has been detained, and if he fails to provide a valid ground, the person who has been detained will be released by the court immediately. ആൻഡ് അങ്ങനെ ഹാജരാക്കി കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും, ആ ഡീറ്റെയിൻ ചെയ്ത വ്യക്തിയോട് ചോദിക്കും, നിങ്ങൾ എന്തൊക്കെ ഗ്രൗണ്ടിന്റെ പുറത്താണ്, അതല്ലെങ്കിൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയെ തടങ്കലിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ വ്യക്തി എന്ത് ചെയ്യും, ഒരു മറുപടി കൊടുക്കും, അല്ലെങ്കിൽ ഒരു റീസൺ കൊടുക്കും, ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഈ വ്യക്തിയെ തടങ്കലിൽ വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് ആ ഒരു റീസൺ കോടതിക്ക് വാലിഡ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതൊരു വാലിഡ് ഗ്രൗണ്ട് ആയിട്ട് കോടതിക്ക് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതി ഉടനടി അയാളെ റിലീസ് ചെയ്യാൻ ഉത്തരവിറക്കും. അതായത് ആ തടങ്കലിലാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയെ റിലീസ് ചെയ്യാൻ കോടതി എന്ത് ചെയ്യും, ഉത്തരവിടും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, വാലിഡ് ഗ്രൗണ്ട് അല്ലാത്ത പക്ഷം മാത്രമാണ് കോടതി ഇങ്ങനെ ഡീറ്റെയിൻ ചെയ്യപ്പെട്ട വ്യക്തിയെ റിലീസ് ചെയ്യാൻ ഉത്തരവിടുള്ളൂ. ഇപ്പൊ കോടതിക്ക് തോന്നുകയാണ് ഒരു വാലിഡ് ഗ്രൗണ്ടിന് പുറത്താണ് ഈ വ്യക്തി മറ്റു വ്യക്തിയെ റെസ്ട്രിക്റ്റ് ചെയ്തത് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കോർട്ട് റിലീസ് ചെയ്യാനുള്ള ഉത്തരവൊന്നും കൊടുക്കില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു അച്ഛൻ മകളെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പെൺകുട്ടിയെ റെസ്ട്രെയിൻ ചെയ്തത് എന്ന്. അപ്പം അച്ഛൻ പറയാണ്, എൻ്റെ മകൾ വേറൊരു ആൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ്, സോ അവൻ്റെ കൂടെ പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തടങ്കലിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഇതൊരിക്കലും ഒരു വാലിഡ് ഗ്രൗണ്ടായിട്ട് കോടതിക്ക് കാണാൻ കഴിയില്ല. അതായത് ആ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ജീവിതം ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. സോ അതിനെയാണ് ഈ വീട്ടുകാർ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ കോടതി എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ആ വ്യക്തിനെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും. വേറൊരു സന്ദർഭം നമുക്ക് എടുക്കാം. അതായത് ഒരാൾ വേറൊരു വ്യക്തിനെ തടങ്കലിലാക്കി. അപ്പോൾ കോർട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് ഗ്രൗണ്ടിൻ്റെ പുറത്താണ് നിങ്ങൾ തടങ്കലിലാക്കിയത് എന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ മറുപടി പറയുകയാണ്, അതായത് ഇവന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങിച്ച അപ്പോൾ കാണുന്ന ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുകയാണ് എന്നുള്ളത്. സോ അത് ചിലപ്പോൾ കോടതിക്ക് ഒരു വാലിഡ് ഗ്രൗണ്ട് ആയിട്ട് തോന്നിയേക്കാം. കാരണം ഒരു നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വ്യക്തി മറ്റേയാളെ തടങ്കലിലാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ടിന് വേണ്ടിയിട്ട് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ ഡീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് മാത്രമല്ല അധികാരമുള്ളത്. അയാളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വേറൊരു വ്യക്തിക്കും കോടതിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതായത് ഈ റിട്ട് ഡീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് മാത്രമല്ല ഈ റിട്ടിന് വേണ്ടിയിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്, നേരെ മറിച്ച് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്, അതായത് ഡീറ്റെയിൻ ചെയ്യപ്പെട്ട വ്യക്തിക്ക് വേണ്ടി വേറൊരാൾക്കും കോടതിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റൂൾസ് റിഗാർഡിംഗ് ഹേബിയസ് കോർപ്പസിനെ കുറിച്ചിട്ട് നോക്കാം. ആദ്യമായിട്ട് ഈ ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ അപ്ലിക്കന്റ് മറ്റൊരു വ്യക്തിയുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ തടങ്കലിൽ ആയിരിക്കണം.
രണ്ടാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഈ തടങ്കലിലാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിക്കോ അതല്ലെങ്കിൽ അയാളുടെ കുടുംബാംഗങ്ങൾക്കോ ആണ് ഈ റിട്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പാടുള്ളൂ. ബട്ട് പൊതുജന താല്പര്യത്തിന് പുറത്തൊക്കെ സ്ട്രേഞ്ചേഴ്സിനും എന്ത് ചെയ്യാം, ഈ റിട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ സ്ട്രേഞ്ചേഴ്സിന്റെ ആപ്ലിക്കേഷനും കോടതി ആക്സെപ്റ്റ് ചെയ്യും. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന ഫോമിൽ വേണം നമ്മൾ ഈ റിട്ടിന് വേണ്ടി അപേക്ഷിക്കാനൊന്നുമില്ല. അതായത് ഫോർമൽ രീതിയിലും ഇൻഫോർമൽ രീതിയിലും ഒക്കെ റിട്ട് എന്ത് ചെയ്യും, കോടതി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സുനിൽ ബാത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കേസിൽ. ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ ജയിലിൽ കിടക്കുന്ന 2 ആൾക്കാരാണ്. അതിൽ തൻ്റെ കൺവിക്റ്റിന്, അതായത് അയാളുടെ കൂടെ ജയിലിൽ കിടന്നിരുന്ന ആള് ഭയങ്കരമായിട്ട് ഇൻഹ്യൂമൻ ടോർച്ചറായിരുന്നു പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഈ അപ്പുറത്ത് കിടക്കുന്ന ഇയാളുടെ ജയിലിലെ ഒരു കൺവിക്റ്റ് എന്ത് ചെയ്യാണ്, ഒരു സുപ്രീം കോടതിയിലോട്ട് ഒരു കത്ത് എഴുതുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് ഒരു കത്തെഴുതി. സോ ഈ കത്തിനെ സുപ്രീം കോടതി എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. നോക്കി നോക്കുമ്പോൾ ഈ കൺവിക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രേഞ്ചറാണ്. അയാൾ ഒരു കത്തിലൂടെയാണ് ഈ ഇൻഹ്യൂമൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഈ കേസിൽ കോടതി ആ ലെറ്ററിനെ ഒരു ഹേബിയസ് കോർപ്പസിന്റെ ആപ്ലിക്കേഷൻ, ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ടിന്റെ ആപ്ലിക്കേഷനായിട്ട് സ്വീകരിക്കുകയും ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത റൂള് എന്ന് പറയുന്നത് റെസ് ജുഡിക്കാറ്റനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ്. റെസ് ജുഡിക്കാറ്റ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നത് ഞാൻ വിചാരിക്കുകയാണ്. അറിയാത്തവർ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ പോയിട്ട് ഒന്ന് കണ്ടാൽ മതി. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സണ് ഒരു കോടതിയിൽ ഡിഫറെന്റ് ജഡ്ജിമാരുടെ മുൻപാകെ ഈ റിട്ടിനുള്ള അപേക്ഷ നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ജഡ്ജ് ഈ റിട്ടിന്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഈ സെയിം റിട്ടിന്റെ ആപ്ലിക്കേഷൻ ആ സെയിം കോടതിയിലെ മറ്റൊരു ജഡ്ജിന്റെ മുൻപാകെ ഇയാൾക്ക് സമർപ്പിക്കാൻ പറ്റില്ല. അടുത്ത റൂൾ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അറസ്റ്റിന്റെ കേസിലൊക്കെ പോലീസുകാർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടികളൊന്നും പോലീസുകാർ ഫോളോ ചെയ്യാത്ത പക്ഷം ഈ ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ട് അവിടെ അപ്ലൈ ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.